പിന്നെ അടുത്തതെന്ന് പറയുന്നത് കണ്ടീഷൻസ് ഫോർ മാക്സിമം എഫിഷ്യൻസി ഓഫ് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, നേരത്തെ എഴുതിയിരുന്നു ദി ബ്ലേഡ് എഫിഷ്യൻസി ഈറ്റ ബി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എനർജി സപ്ലൈഡ്. ഞാൻ തൽക്കാലം കൈനറ്റിക് എനർജി ഓഫ് സ്റ്റീം എന്ന് എഴുതുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് കിലോഗ്രാമിന് എടുക്കുകയാണെങ്കിൽ വി ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു 1 ഇൻറ്റു വി ബി ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ബൈ 2. അതായിരുന്നു മാക്സിമം ബ്ലേഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. റിയാൻസ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും: 2 ഇൻറ്റു വി ഡബ്ല്യു പ്ലസ് വി ഡബ്ല്യു 1 ഇൻറ്റു വി ബി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് വരും. ഓൾസോ നമ്മൾ വേറൊരു ഇക്വേഷൻ എഴുതിയിരുന്നു, ബ്ലേഡ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് എഴുതിയിരുന്നു, അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ ടേംസിൽ എഴുതിയിരുന്നത്. സോ ഈ ഈറ്റ ബിയുടെ മാക്സിമം വാല്യൂ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 100% എഫിഷ്യൻസി കറസ്പോണ്ടിങ് ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് റേഷ്യോ 1 ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വണ്ണിൻ്റെ വാല്യൂ 0 ആവുന്ന കണ്ടീഷനാണ്. ഓക്കെ, അതായത് വി സ്ക്വയർ ബൈ വി സ്ക്വയർ ഇക്വൽ ടു 1 എന്ന ടീമിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. നമുക്ക് ഇതൊക്കെ വി വൺ ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. പകരം വി വണ്ണിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം ആവുമ്പോഴാണ് എഫിഷ്യൻസി ഏറ്റവും മാക്സിമം ആവുന്നത് എന്ന് പറയാം. ഓക്കെ, വി വണ്ണിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം ആകുമ്പോഴായിരിക്കും ഈറ്റ ബിയുടെ വാല്യൂ, അതായത് എഫിഷ്യൻസി ബ്ലേഡിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം കിട്ടുന്നതെന്ന് പറയാം. ഓക്കെ, വി വണ്ണിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം ആവുന്ന എപ്പോഴാണ്? നമുക്ക് ആ ഒരു വെലോസ് ട്രയാങ്കിൾ വരച്ച് നോക്കാം. ദിസ് ഈസ് എ ബി, വി ബി എന്ന ലെങ്ത്ത്, then ആൽഫ ആംഗിൾ, വി ഹാവ് ദി ഇൻലെറ്റ് അബ്സല്യൂട്ട് വെലോസിറ്റി ക്യാപിറ്റൽ V, then the relative velocity VR, and vertical component VF, horizontal component VW. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇൻലെറ്റ് ട്രയാങ്കിൾ. അത് കഴിഞ്ഞ് നമ്മൾ എയിൽ വെച്ച് ഒരു കംപ്ലീറ്റ്ലി ഫ്രിക്ഷൻലെസ് ബ്ലേഡാണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ വി ആറിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ വിൽ ഹാവ് VR1. ഓക്കെ, നോർമലി വി ആറിൻ്റെ ലെങ്ത്തോട് VR1ൻ്റെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും നമ്മൾ V1 മാർക്ക് ചെയ്യുന്നത്, ഈ ഒരു ലെങ്ത്ത്. ഓക്കെ, ഈ ലെങ്ത്ത് ഏറ്റവും മിനിമം ആവുന്ന എപ്പോഴായിരിക്കും? ഈ ലെങ്ത്ത് ഏറ്റവും മിനിമം ആവുന്ന പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ ആവുന്ന കണ്ടീഷനാണ്. അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ ബീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി വരുമ്പോഴായിരിക്കും ഈ V1ൻ്റെ ലെങ്ത്ത് ഏറ്റവും മിനിമം ആവുന്നത്. ഓർ ഇതാണ് V1ൻ്റെ ഏറ്റവും മിനിമം ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ആംഗിൾ ബീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നും ആവും. ഓക്കെ, അതായത് നമ്മുടെ ആക്സിയൽ ഡിസ്ചാർജിൻ്റെ കണ്ടീഷനിലാണ് V1ൻ്റെ വാല്യൂ, എക്സിറ്റിലെ അബ്സല്യൂട്ട് വെലോസിറ്റി വാല്യൂ ഏറ്റവും മിനിമം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ V1 ബീറ്റ ഇസ് ഈക്വൽ ടു 90, അതായത് ആക്സിയൽ ഡിസ്ചാർജ് വരുമ്പോഴത്തേക്കും V1 എന്ന് പറയുന്നത് തന്നെയായിരിക്കും VF1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ VW1 എന്ന് പറയുന്ന ടേം 0 ആയിരിക്കും, ഇതിനിപ്പുറത്തോട്ടൊരു ലെങ്ത്ത് മാർക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ the condition for maximum efficiency of an impulse turbine is beta is equal to 90 degree or axial discharge at the blade exit വരുമ്പോഴാണ് നമ്മുടെ മാക്സിമം എഫിഷ്യൻസി ഓഫ് ആൻ ഇമ്പൾസ് ടർബൈൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ആ മാക്സിമം എഫിഷ്യൻസിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ V1 മിനിമം ആകുമ്പോഴത്തേക്കും ബീറ്റ 90 ആയിരിക്കും, VW1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ VW1 വരെ ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ എഫിഷ്യൻസി ബ്ലേഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു VW ഇൻറ്റു VB ഡിവൈഡഡ് ബൈ V സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഓൾസോ നമ്മൾ ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ ബ്ലേഡ്സ് വളരെ സിമ്മട്രിക്കൽ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്, അല്ലേ? ബ്ലേഡ്സ് സിമ്മട്രിക്കൽ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് റിലേറ്റീവ് വെലോസിറ്റി ആൻഡ് ബ്ലേഡ് വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻലെറ്റിലെ തീറ്റയും എക്സിറ്റിൽ റിലേറ്റീവ് വെലോസിറ്റി VR1ഉം VBയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ, തീറ്റ ആൻഡ് ഫൈ എന്ന് പറയുന്ന രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും ഫോർ എ സിമ്മട്രിക്കൽ ബ്ലേഡിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, അതായത് ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എൻ്റർ ചെയ്യുന്ന ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ എക്സിറ്റിലും വരുന്നത്. ആ ബ്ലേഡ്സിൻ്റെ ഷേപ്പ് സിമ്മട്രിക്കൽ ആയതുകൊണ്ട് രണ്ടിടത്തെയും എക്സിറ്റ് ആംഗിൾസും സെയിം ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, സോ ഈ ഇക്വേഷനകത്ത്
ദിസ് ഈസ് ഫൈ ആൻഡ് ദിസ് ഈസ് തീറ്റ. ഈ ഡയഗ്രത്തിൽ ഈ രണ്ട് ആംഗിൾസും സെയിം ആവുകയാണ്. അതുപോലെ തന്നെ വി ആർ ആൻഡ് വി ആർ വൺ ഈ രണ്ട് ലെങ്ത്തും സെയിം ആവുകയാണെങ്കിൽ ഫിഗർ ഇങ്ങനെ വരും. ദിസ് വി ആർ ആൻഡ് വി ആർ വൺ സെയിം ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ വി വണ്ണിൻ്റെ വാല്യൂ ഏറ്റവും മിനിമമാണ്. അതായത് വി വൺ എന്ന് പറയുന്നത് വി എഫ് വൺ ആയിട്ട് വരുന്ന കണ്ടീഷനുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും സെയിം ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് വരും. ഓക്കെ, സിമെട്രിക്കലാണ്, അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസുമായിട്ട് വരും. ഞാനിപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് എ ആൻഡ് ബി മാർക്ക് ചെയ്തു. ഇതിപ്പം സി ഡി ആൻഡ് ഇ എന്ന് മാർക്ക് ചെയ്യുന്നു വിചാരിക്കാം. ഈ പറഞ്ഞ രണ്ട് ട്രയാങ്കിൾസും സെയിം ആയതുകൊണ്ട് ഇ ടു എ എന്ന് പറയുന്ന ലെങ്ത്തും എ ടു ബി എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആയിരിക്കും. ഈ എ വിൽ ബി ഈക്വൽ ടു എ ബി ആയിരിക്കും. ഓക്കെ, ഫോർ ഇൻ അതർ ടേംസ് വി ക്യാൻ റൈറ്റ് വി ഡബ്ല്യു എന്ന് പറയുന്നത് 2 ടൈംസ് വി ബി ആയിരിക്കും. ഈ ടോട്ടൽ ലെങ്ത്ത് ഇ മുതൽ ബി വരെയുള്ള ലെങ്ത്താണ് നമ്മൾ വി ഡബ്ല്യു എന്ന് എടുക്കുന്നത്. ദാറ്റ് വിൽ ബി 2 ടൈംസ് വി ബി ആയിരിക്കും. കാരണം എ ടു ബി എന്ന് പറയുന്നത് വി ബി ആണ്. എൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് എ ബി എന്ന് പറയുന്നതും ഇ എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് ഇവിടെ നിങ്ങോട്ടും വി ബി തന്നെയായിരിക്കും ലെങ്ത്ത് വരുന്നത്. സോ വി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 2 ടൈംസ് വി ബി എന്ന് പറയാം. ഓർ ഇൻ അതർ ടേംസ് വി ക്യാൻ റൈറ്റ് വി ബി ഈസ് ഈക്വൽ ടു 1/2 ഓഫ് വി ഡബ്ല്യു. ഓക്കെ, ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ് 2 ഇൻറ്റു വി ഡബ്ല്യു ഇൻറ്റു വി ബിക്ക് പകരം ഹാഫ് വി ഡബ്ല്യു. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. 2ഉം ഹാഫും കൂടെ ക്യാൻസലായി പോയി. ദെൻ വി ഡബ്ല്യു ആൻഡ് വി ഡബ്ല്യു വിൽ ഗെറ്റ് വി ഡബ്ല്യു ഡിവൈഡഡ് ബൈ വി ദി ഹോൾ സ്ക്വയർ. മുകളിൽ വി ഡബ്ല്യു സ്ക്വയർ, ഡോമിനേറ്ററിൽ വി സ്ക്വയർ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ വി ഡബ്ല്യു ബൈ വി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി അഗെയിൻ നമ്മൾ ഈ ഡയഗ്രത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഡബ്ല്യു ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ് ആൽഫ എന്ന് പറയുന്നതാണ് വി ഡബ്ല്യു ബൈ വി എന്ന് പറയുന്ന റേഷ്യോ അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ ആൽഫയാണ് ഇവിടെ വി ആൻഡ് ഈ ടോട്ടൽ ലെങ്ത് വി ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ കോസ് ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും വി ഡബ്ല്യു ഡിവൈഡഡ് ബൈ വി എന്ന് വരും. സോ വി ക്യാൻ റൈറ്റ് വി ഡബ്ല്യു ബൈ വിക്ക് പകരം കോസ് ആൽഫ എന്ന് എഴുതാം. ദെൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് ഇമ്പൾസ് ടർബൈൻ്റെ കേസിൽ ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഓർ വെൻ ആക്സിയൽ ഡിസ്ചാർജ് ആൻഡ് ദ വാല്യൂ ഓഫ് മാക്സിമം എഫിഷ്യൻസി ഈസ് കോസ് സ്ക്വയർ ആൽഫ. നെക്സ്റ്റ്, കണ്ടീഷൻ ഫോർ ദി മാക്സിമം എഫിഷ്യൻസി ഓഫ് എ റിയാക്ഷൻ ടർബൈൻ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയിരുന്നു, അതായത് റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ വർക്ക് ഡൺ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് റോയിൽ എഴുതി കഴിഞ്ഞാൽ 2 റോ കോസ് ആൽഫ മൈനസ് റോ സ്ക്വയർ ദ ഹോൾ ഇൻറ്റു വി സ്ക്വയർ ആയിരുന്നു വർക്ക് ഡൺ ഇക്വേഷൻ. അതുപോലെ തന്നെ എനർജി സപ്ലൈഡ് ടു ബോത്ത് ഫിക്സഡ് ആൻഡ് മൂവിങ് ബ്ലേഡ്സിൻ്റെ സം എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് വി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ പ്ലസ് 2 റോ കോസ് ആൽഫ എന്ന് വരും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ സ്റ്റേജ് എഫിഷ്യൻസി ബ്ലേഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതിൻ്റെ ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത് രണ്ടും കിട്ടിയാൽ വി ക്യാൻ റൈറ്റ് ദ ബ്ലേഡ് എഫിഷ്യൻസി ഈറ്റ ബി ഈസ് ഈക്വൽ ടു 2 റോ കോസ് ആൽഫ മൈനസ് റോ സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ പ്ലസ് 2 റോ കോസ് ആൽഫ. ഓക്കെ, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ദെൻ രണ്ടിടത്തും കോമൺ ആയിട്ടൊരു വി സ്ക്വയർ ഉണ്ട്, അത് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. സോ വിൽ ഫൈനലി ഗെറ്റ് ഈ 2 അങ്ങ് മുകളിൽ പോയിട്ട് 2 ഇൻറ്റു 2 റോ കോസ് ആൽഫ മൈനസ് റോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് റോ സ്ക്വയർ പ്ലസ് 2 റോ കോസ് ആൽഫ എന്ന് പറയുന്നതാണ് ഈറ്റ ബിയുടെ വാല്യൂ അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ബ്ലേഡ് എഫിഷ്യൻസി ഓഫ് റിയാക്ഷൻ ടർബൈൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഏറ്റവും മിനിമം ആയിരിക്കണം. ഓർ ഇൻ അതർ ടേംസ് 1 മൈനസ് റോ സ്ക്വയർ പ്ലസ് 2 റോ കോസ് ആൽഫ. ഈ ഡിനോമിനേറ്റർ ടേം മിനിമം ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷന്
ഇക്വേഷൻ നമ്പർ എ ഇസ് ഇക്വൽ ടു ഈ ഇക്വേഷന് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു റോയുടെ ടേംസിൽ. ഓക്കെ, സോ ഇങ്ങനെ കിട്ടും ഡി ബൈ ഡി റോ ഓഫ് 1 മൈനസ് റോ സ്ക്വയർ പ്ലസ് 2 റോ കോസ് ആൽഫ എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇത് വരും 1 ഡെറിവേറ്റീവ് ഇല്ല, മൈനസ് റോ സ്ക്വയർ ഡെറിവേറ്റീവ് മൈനസ് റോ സ്ക്വയർ ഡെറിവേറ്റീവ് മൈനസ് 2 റോ ദെൻ 2 റോ കോസ് തീറ്റ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും പ്ലസ് 2 കോസ് സോ തീറ്റ അല്ല ആൽഫ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും 2 കോസ് ആൽഫ എന്ന് വരും. ഇത് മിനിമം വരണമെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ് ദിസ് ടു 0. ഓക്കെ, on other terms you can write 2 rho is equal to 2 cos alpha അല്ലെങ്കിൽ rho is equal to cos alpha എന്ന് പറയുന്നതാണ് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ. ഇനി റോ എന്തായിരുന്നു? റോ എന്ന് പറയുന്നത് ബ്ലേഡ് സ്പീഡ് റേഷ്യോ വി ബി ബൈ വി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻ അതർ ടേംസ് വി ക്യാൻ റൈറ്റ് വി ബി ഇസ് ഈക്വൽ ടു വി കോസ് ആൽഫ ആവുന്നതാണ് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ. ബ്ലേഡ് വെലോസിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വെലോസിറ്റി ഇൻറ്റു കോസ് ആൽഫ കമ്പോണൻ്റ് ആകുമ്പോഴായിരിക്കും മാക്സിമം എഫിഷ്യൻസി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. എഗെയിൻ നമ്മൾ ഈ വെലോസിറ്റി ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഇമ്പൾസ് ടർബൈൻ്റെ ആണ്, പക്ഷേ റിയാക്ഷൻ ടർബൈൻ നമുക്ക് സെയിം ഡയഗ്രം നമുക്ക് യൂസ് ചെയ്യാം. വി കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആൻഡ് കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ് വരാനുള്ളത് അല്ലേ? വി ഇൻറ്റു കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ വി ഡബ്ല്യുവിൻ്റെ വാല്യൂ വരാനുള്ളത്. ഇപ്പം ഞാൻ ആക്സിയൽ ഡിസ്ചാർജ് അല്ല കൺസിഡർ ചെയ്ത് ഇവിടെ ഇപ്പുറത്തോട്ട് വി ഡബ്ല്യു 1ൻ്റെ ടേം ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ട്രയാങ്കിൾ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ പോലും വി കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ വി ഡബ്ല്യു ആണ് അല്ലേ? അതായത് വി ബി ഇസ് ഈക്വൽ ടു വി ഡബ്ല്യു ആവുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിറൈവ് ചെയ്ത റോ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇറ്റ ബി ഇക്വേഷനിലാണ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 റോയ്ക്ക് പകരമാണ് ഞാൻ കോസ് ആൽഫ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ കോസ് ആൽഫ ദെൻ ഓൾറെഡി അവിടെ കോസ് ആൽഫ ഉണ്ട്, സോ 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് എഗെയിൻ റോ സ്ക്വയറിന് പകരം എന്ത് എഴുതാം? കോസ് ആൽഫ സ്ക്വയർ ഓർ കോസ് സ്ക്വയർ ആൽഫ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് റോ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ തന്നെ വരും പ്ലസ് 2 ടൈംസ് റോ ഇൻറ്റു കോസ് ആൽഫ. റോയുടെ വാല്യൂ കോസ് ആൽഫ വരുമ്പോഴത്തേക്കും 2 കോസ് സ്ക്വയർ ആൽഫ എന്ന് തന്നെ വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ആൽഫ 1 കോസ് സ്ക്വയർ ആൽഫ ദെൻ കോമൺ ആയിട്ട് 2 ഉള്ളതുകൊണ്ട് 2 കോസ് സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 2 കോസ് സ്ക്വയർ ആൽഫ എന്ത് കിട്ടും? ഗെറ്റ് കോസ് സ്ക്വയർ ആൽഫ എന്ന് മാത്രം വരും. 2 കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ ആൽഫ 1 കോസ് സ്ക്വയർ ആൽഫ മാത്രം വരും. ദെൻ അതൊരു 1 ഉണ്ടായിരുന്നു, സോ 1 പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. ഓക്കെ, സോ ദി മാക്സിമം എഫിഷ്യൻസി ഫോർ എ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്നായിരിക്കും. ഇൻലെറ്റ് ആംഗിൾ ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും ഫോർ ബോത്ത് റിയാക്ഷൻ ടർബൈൻ ആൻഡ് ഇമ്പൾസ് ടർബൈൻ.